വയനാടൻ ചിക്കൻ ദം ബിരിയാണിയുടെ റെസിപ്പിയാണ് ഇന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. 10 കിലോ അരിൻ്റെ ചോറാണ് വെക്കുന്നത്. എത്ര ചിക്കൻ? 13 കിലോ ചിക്കൻ. 1/2 ലിറ്റർ വെളിച്ചെണ്ണ, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയുള്ളി ചതച്ചത്. ഇത് 4 250 ഗ്രാം വെച്ച് വേണം എടുക്കാൻ. കറിവേപ്പില മൂപ്പായി കഴിഞ്ഞാൽ നമുക്കതിലേക്ക് സവാള, കല്ലുപ്പ് ആവശ്യത്തിന്, മഞ്ഞൾപ്പൊടി, 2 കിലോ തക്കാളി, 200 ഗ്രാം കാശ്മീരി മുളക് പൊടി, 25 ഗ്രാം ചിക്കൻ മസാല, കുരുമുളക് പൊടി ആവശ്യത്തിന്, 150 ഗ്രാം മല്ലിപ്പൊടി, 250 ഗ്രാം തൈര്, കുറച്ച് ടൊമാറ്റോ സോസ്, മല്ലിച്ചപ്പ് പുതിന 100 ഗ്രാം, സ്പെഷ്യൽ ബിരിയാണി മസാല. ഇതിൻ്റെ ചേരുവകൾ മെസ്സേജിൽ പിൻ ചെയ്തേക്കാം. കുറച്ച് വാനില എസൻസ്, നേരത്തെ പൊരിച്ചു വെച്ചിട്ടുള്ള ചിക്കൻ. ഇതിലേക്ക് ആവശ്യമായത് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ചെറുനാരങ്ങ, കോൺഫ്ലവർ പൊടി, ഉപ്പ്. ഇതിലേക്ക് അവസാനം മല്ലിച്ചപ്പ് പുതിന കുറച്ചുകൂടെ. നമ്മുടെ മസാല റെഡിയായി. ചോറിന് ആവശ്യമായത് 1 ലിറ്റർ വെളിച്ചെണ്ണ, പട്ട, ഗ്രാമ്പു, ഏലക്ക. ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചത് കറിവേപ്പില, 1 കിലോ അരിക്ക് 1.5 ലിറ്റർ വെള്ളം. ഇപ്പോൾ 10 കിലോ അരിക്ക് 15 ലിറ്റർ വെള്ളം. ആവശ്യമായ ഉപ്പ്. കഴുകി വെച്ച 10 കിലോ 3 മാൻ റോസ് അരി, ഒരു ചെറുനാരങ്ങ കട്ട് ചെയ്തത്, ക്യാരറ്റ് കട്ട് ചെയ്ത് വെച്ച്. 70% വേവായാൽ ഇറക്കി വെക്കുക. ചോറ് റെഡി ആയിട്ടുണ്ട്. ഇനി ദമ്മിടാം. ദമ്മിലേക്ക് ആവശ്യമായ വാനില എസൻസ്, റോസ് വാട്ടർ കുറച്ച് വെള്ളത്തിലേക്ക് കലർത്തുക. ദമ്മിടാനുള്ള ചെമ്പിലേക്ക് കട്ട് ചെയ്ത് വെച്ച പൈനാപ്പിൾ, മല്ലിച്ചപ്പ്, ദമ്മിനുള്ള ഇതിലേക്ക് ആവശ്യമുള്ള കളറ് ചേർക്കുന്നുണ്ട്. തയ്യാറാക്കി വെച്ച എസൻസ്, ഇതിലേക്ക് ക്യാരറ്റ്, പൈനാപ്പിൾ, നേരത്തെ പൊരിച്ചു വെച്ച ഉള്ളി, കറിവേപ്പില, അണ്ടിപ്പരിപ്പ്, മുന്തിരി. അടുത്ത ലെയർ ചോറ് കൂടി ഇതിന് മുകളിലേക്ക് ഇടുക. ആവശ്യത്തിന് കളർ, ആവശ്യത്തിന് നെയ്യ് ചേർക്കുക. കനൽ മുകളിലിട്ട് 1 മണിക്കൂറെങ്കിലും ദമ്മിൽ വെക്കുക. ഫുഡ് എങ്ങനെയുണ്ട്? അടിപൊളിയാ? അയ്യോ പൊളിയാ? അടിപൊളിയല്ലേ? ഫുഡ് എങ്ങനെയുണ്ട്? സൂപ്പർ. അടിപൊളിയാ? സൂപ്പർ അല്ലേ?